ഹായ് ഹലോ വെൽക്കം ബാക്ക്. നപ്പൂസ് കിച്ചണിൽ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതും നമ്മുടെ ചെറിയ പഴം കൊണ്ടാണ്, അത് പൂവമ്പഴം കൊണ്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. എന്നിട്ടൊരു 1/4 കപ്പ് പാലിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡറും 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും ഒന്നും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുക്കണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കോൺഫ്ലവറിൻ്റെ കസ്റ്റേർഡിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇത് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൂവമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ പുഡിങ്ങിനൊരു നല്ല കസ്റ്റേർഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മളിതിൽ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കുന്നില്ല. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ള പഴത്തിന് കുറച്ച് പുളി ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് വാട്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെടുക്കുന്ന പഴം നല്ല മധുരം ഉള്ളതാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണി ഇത് ഡെക്കറേറ്റ് ചെയ്യലാണ്. ഞാനിവിടെ കുറച്ച് പൂവമ്പഴം അതിന് മേലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബദാം സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളെ അടിപൊളി പുഡിങ് റെഡിയാക്കി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.